Hello, hi my dear friends. Good afternoon. സുഖല്ലേ? ഫുഡൊക്കെ കഴിച്ചോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഹലോ, ഹായ്. ഹായ്. ഹായ് ഫ്രണ്ട്സ്. ആടിപ്പോയോ? പൂ ആടിപ്പോയി. വാസു ഹായ്. ഫുഡ് കഴിച്ചോ? കഴിച്ചു. സുഷാഹാനന്ദ് ഹായ്. സാപ്പിന് സുഷാനന്ദ് സാപ്പിന് മുരുകൻ മണി ഹായ്. ഹലോ താടിക്കാരൻ ഹായ്. ഡേവിഡ് രാജ് ചാണോ പുറത്തു പോ. കലൈ സെൽവൻ ഗുഡ് ആഫ്റ്റർനൂൺ. അനിത അരുൺ ഹായ്. അരുൺ കുമാർ മണികണ്ഠൻ അൻപു ഹായ് ഡാർലിംഗ്. അരുൺ കുമാർ ഹായ്. സുധീഷ് ഹായ്. എലി ഹായ്. മുഹമ്മദ് ഹലോ. വാസു സുഖമല്ലേ എല്ലാവർക്കും? ഫുഡൊക്കെ കഴിച്ചോ? ചൂടുണ്ടോ? ഇവിടെ ഭയങ്കര ചൂടാണ്. മുടി വിരിച്ചിട്ടില്ല, അപ്പൊ കെട്ടിയൊന്ന് ഒതുക്കി വെച്ചതാ. എലി ഹലോ. ഇളവരസൻ ചാണോ വെളി പോണോ അതാ ഉള്ളിൽ കടന്നുറങ്ങണ? വിഷ്ണു ഹായ്. രാജേഷ് അരുൺ സ്ഥലം നമസ്കാരം. ബിനീഷേട്ടാ നമസ്കാരം. വിഷ്ണു ഹായ്. ജോസഫേട്ട ഹായ്. ഗോപി ഹായ്. ഇളവരസൻ ഐ ലവ് യു ബേബി സോ ബ്യൂട്ടിഫുൾ യു. വിഷ്ണു ഹായ്. നിനീതൻ വീഡിയോ കോൾ ഉണ്ടോ? ഷാജി ഹായ്. വിഷ്ണു ഹായ്. പ്രദീപ് ഹായ്. ഹായ്. മഹേഷ് ഓയ്. പിന്നെയും മഹേഷ് ഓയ്. കഴിച്ചോ? കഴിച്ചു. കഴിച്ചിട്ട് വന്നതാ. ചൂടെടുത്തിട്ട് വയ്യ, ചൂടാ. ജോസഫ് തമിഴ് അറിയാമോ? പറയാനറിയാം. പിന്നെ എന്താ വിശേഷം? സുഖമല്ലേ? മണികണ്ഠൻ കാലാടും എന്ത് എനിക്ക് അങ്ങോട്ട് പിടുത്തം കിട്ടുന്നില്ല. റോബിനേട്ടാ ഹായ്. റാണി നമസ്കാരം. റോബിനേട്ടാ നമസ്കാരം. കുമാർ ഗണേഷ് ഹായ്. അനു ഒരു നാടൻ മലയാളി പെൺകുട്ടി സൂപ്പർ ആട്ടോ. താങ്ക് യു ഏട്ടാ. പാട്ട് വേണ്ട ജോസഫേട്ട്. ഓക്കെ ഏട്ടാ. വിജീഷ് സൂപ്പർ ആര് കേട്ടോ. താങ്ക് യു. സോങ് സൂപ്പർ. ഇതെന്നാണ് അല്ലേ പണി? ഇത് തന്നെയാ
ആണല്ലേ പണി? അതെ ഏട്ടാ, അതന്നെ പണി. ഗുരുസ്വാമി നൈസ്. പിന്നെ പിന്നെ പറയൂ, എന്തൊക്കെ വിശേഷങ്ങൾ പറയൂ. സുഖമല്ലേ ഫ്രണ്ട്സ്? ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്. വല്ലാത്ത ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. റാസിക് ഹായ്. സുരേഷ് ഹലോ. സി ഡാർലിംഗ്. കാർത്തി സെന്തിൽ കുമാർ ഹായ്. ഗുഡ് ആഫ്റ്റർനൂൺ. എന്താ ശരി എന്നറിയോ? എനിക്ക് ചൂടെടുത്തിട്ട് വയ്യ. എന്തെങ്കിലും ഫിൽട്ടർ ഉണ്ടോ നോക്കട്ടെ. അതിന് ഭക്ഷണം കഴിച്ചു കേട്ടാ ജീഷ് ഏട്ടാ. നമുക്ക് ഏതെങ്കിലും ഫിൽട്ടർ എടുത്തിടാം. ബോറടിക്കുന്നേ. എന്തത് ഫിൽട്ടർ ഒന്നും വരുന്നില്ലല്ലോ, വർക്കൗട്ട് ആവുന്നില്ല ഇതില്. എന്തെന്തത് എന്തോ ഒന്ന്. അയ്യോ, ഇത്രക്ക് പളിച്ചെന്നായ നോർമൽ പോയി. അയ്യേ വൃത്തികേട്. അയ്യോ അയ്യ, ഇതെന്താ സംഭവം? ബോറടിക്കുന്നു, വേറൊന്നുമില്ല. എന്തൊക്കെ വരുന്നു കേട്ടോ. പേടിച്ചോടല്ലേ ആരും. ഭാഗ്യം ഇതിലൊന്നും വന്നില്ല. എൻ്റെ ഫോണിൽ ഇതൊന്ന് ഡൗൺലോഡ് ആകും. ഒന്നും വർക്കൗട്ട് ആവുന്നില്ല. ഫിൽട്ടർ അല്ല അതിൽ, എന്താണ് എഫക്റ്റാ എന്താ പറയാ, ഒന്നും നടക്കുന്നില്ല. ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ കണ്ണിലെന്തോ ഒരു സംഭവിച്ച പോലെ, കണ്ണിലെന്തോ സംഭവിച്ച പോലെ കേട്ടാ. ആ പീലിയാ കൂടിപ്പോയാ. കുറച്ച് കമന്റ് വായിക്കാൻ എന്നിട്ട്. തലയിൽ എന്താ വന്നത്? എന്തോ ഒന്ന് സംഭവം വന്നു. ചുരിദാറാണോ? അതേ ആണല്ലേ, അതേ ഏട്ടാ. അങ്ങനെ എന്തോ തലയിൽ എന്തോ വന്നു. ഇതെന്താ നോക്കാം, കുറെ പൂക്കളൊക്കെ ഉണ്ട്. അതെന്താ ഇത് കൊള്ളാലോ അല്ലേ? ബാക്ക്ഗ്രൗണ്ടില് എന്തൊക്കെയോ ലൈറ്റുകൾ. വേണ്ട, ഇതൊക്കെ എന്തൊക്കെയാണോ വരുന്നു. ഇതൊന്നും എൻ്റെ ഫോണില് എന്താ പറയാ, കുറച്ച് കാര്യങ്ങളൊന്നും വർക്കൗട്ട് ആവുന്നില്ല. ഇതെന്താ സംഭവം? കൊള്ളാം. ഇതെന്തത്? അല്ലാത്തൊരു സംഭവമായി പോയി. നമുക്ക് നോർമലാണ് നല്ലത് കേട്ടോ. ഇതിലൊന്നും ശരിയില്ല. നമുക്ക് പിടിക്കലേ, ഒന്നുമേ പിടിക്കലേ.
അതെന്നെ പണി. അയ്യോ വയ്യ. ഇനി അടുത്തത് വരുന്നത് ഓടരുത് കേട്ടോ. ഭാഗ്യം. വയ്യ. നമ്മുടെ ഫോണിലൊന്നും ചെറുതായിട്ട് ചിലതൊന്നും വർക്കൗട്ട് ആവുന്നില്ല കേട്ടോ ഫ്രണ്ട്സേ. ഇതിലൊരു ഇതെന്തത്? അയ്യോ ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഞങ്ങള് പോകട്ടെ. പോകരുത്, ഇത് ഫിൽറ്റർ ഒന്ന് മാറ്റട്ടെ. ദൈവം, നിങ്ങൾ ആരും ഒന്നും മിണ്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ ഫിൽറ്റർ എടുത്തിട്ടത്. നോർമൽ ആക്കട്ടെ കേട്ടോ. മുരുക എങ്ക പോയിരിച്ചു മുരുക? ആ അതാണ് ഫിൽറ്റർ പറഞ്ഞ സംഭവം, ഇത്രയേ ഉള്ളൂ. എല്ലാരും വട്ടാന്നോ ചോദിക്കാൻ തുടങ്ങി. കണ്ണിനൊക്കെ അഴവ് കൂടി. അതെ അതെ, ഒന്നും അറിയാതെ ഇരിക്കുന്നത്, ഒന്നും അറിയാതെയാണ് ഇരിക്കുന്നത്. അതെ അതെ ഏട്ടാ, ഞാൻ ഈ ഫിൽറ്റർ ഒന്നും നോക്കാറില്ല. ഞാൻ ഈ വീഡിയോസ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് ഫിൽറ്റർ ഒക്കെ നോക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒന്ന് നോക്കിയത്. നമ്മൾ ലൈവ് വരുമ്പോൾ മാത്രമേ ഇങ്ങനെ തപ്പി നടക്കാൻ പറ്റുള്ളൂ, വേറെ അതിലൊന്നും വരില്ല. റീൽസിൽ വേറെ മുഖം കുറച്ച് മാറ്റിയിട്ടുള്ളതൊക്കെ വരുള്ളൂ. കുറച്ച് ഗ്ലാമർ കൂടിയിട്ടുണ്ടോ? അതെ, എനിക്ക് വയ്യ. കണ്ണ് എന്ത് പറ്റി? മൈലാഞ്ചി ഇട്ടോ? കണ്ണ് എന്ത് പറ്റി? മൈലാഞ്ചി ഇട്ടോ? വിനീഷേട്ടാ കണ്ണില് മൈലാഞ്ചി ഒന്നും ഇട്ടിട്ടില്ല, കയ്യിലാണ് ഇട്ടത്. ചെല്ലത്താമരി ചെറുചിരി ചുണ്ടിൽ ചോടിയോ, തുള്ളിത്തേനുമായി കനവുകളുള്ളിൽ തള്ളി. ചേട്ടാ ഊണ് കഴിച്ചു കേട്ടാ? കഴിച്ചു. രജീഷ് ഭക്ഷണം കഴിച്ചു കേട്ടാ? രത്നകുമാർ, സുരേഷ് ഹലോ സ്വീറ്റ് ഡാർലിംഗ്. ഇത് തന്നെയാണ് പണി. ഇത് സൂപ്പറാണ് കേട്ടോ. ഇത്രേ കമന്റ് വന്നിട്ടുള്ളൂ. നോർമൽ അല്ല എന്നും മനസ്സിൽ ആയി, വട്ടാണ്. നോർമൽ അല്ല എന്നും മനസ്സിലായി, വട്ടാണെന്ന്. നെഞ്ചത്ത് കുമാർ, ആൾ ഫിൽറ്റേഴ്സ്. അതെ അതെ, എല്ലാം ഓപ്പൺ പണി, എല്ലാം ഓപ്പൺ ചെയ്തു രാജ്. സോ ഇതും കൊള്ളൂല. കണ്ണിലെന്തു പറ്റി? ഒന്നും പറ്റിയില്ലല്ലോ, ഒന്നും പറ്റിയിട്ടില്ല വിനീഷേട്ടാ. പടി എന്നിട്ട് പിന്നെ ഫാന് തിരിയുന്നുണ്ട്, പക്ഷെ ഒരു ഗുണവുമില്ല, നല്ല ചൂട്. ക്വസ്റ്റ്യൻസ്. ഹായ് നമസ്കാർ രാജ്, ഞാൻ കണ്ടില്ല, സോറി രാജ്. നമസ്കാർ ഓൺസ് അഗൈൻ. നമസ്കാർ നമസ്കാർ. മുഖം ഒരു ക്ഷീണം ഉണ്ടല്ലോ? ഇല്ല, ക്ഷീണമല്ല, മുടി ഒതുക്കി കെട്ടിയതാ. പേയ് മാതിരി വെച്ചിട്ട് ചൂടെടുത്തിട്ട് എന്തിനാന്ന് പറഞ്ഞിട്ട് മുടി ഒതുക്കി കെട്ടി പിന്നെ കെട്ടി വന്നു. നീ കുറച്ച് നേരത്തിൽ ഇങ്ങനെ കിടക്കട്ടെ. പിന്നെ ഫിൽറ്റർ ഇല്ലാതെയാണത്. മുഖം ഒരു ക്ഷീണം ഇല്ല 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 ബിനീഷേട്ടാ. സിസ്റ്റർ ചുടിദാർ ഷാലു ഈസ് സൂപ്പർ. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും? സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയ്. ഞാൻ കുറച്ചു നാളായി വന്നിട്ട്. സുധീരേട്ട എവിടെ പോയി ഏട്ടാ? എനി എഫക്ട്സ് ഓഫ് ഫാൻ എയർ. അയ്യോ വയ്യ, ഒരു എഫക്റ്റും ഇല്ല. യൂസ് ഗൂഗിൾസ് ഫിൽറ്റർ ആണോ? ഇതിലൊന്നും എനിക്കിതിൽ ഫോണിൽ വർക്കൗട്ട് ആവുന്നില്ല. ഫോണിൽ നോ. അല്ല കണ്ണാടി എന്തെങ്കിലും ഇടാന്ന് പറഞ്ഞിട്ട് തപ്പിയതാ, കണ്ണാടി കാണുന്നില്ല.
വെരി നൈസ്, താങ്ക് യു. എന്തിനായി 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 നീടം കണ്ണിൽ തടം തോടിച്ചു, എന്തിനായി നീ വലം കയ്യിൽ മുഖം മറച്ചു. ഡ്രസ് ഈസ് ബ്യൂട്ടിഫുൾ. താങ്ക് യു രാജ്, താങ്ക് യു. ഹാഡ് യുവർ ലഞ്ച് രാജ്? എന്തോ മതി ലവ്ലി, ഇതു മതി ലവ്ലി. അതെ അല്ലേ, അതെ അതെ. മൈ ഫേവറേറ്റ് കളർ ആണോ? ഇതിലേതാണ് മൈ ഫേവറേറ്റ്? എല്ലാം ഉണ്ട്. ഇതെന്ത് കളറാന്ന് എനിക്കറിയില്ല. സുരേഷ് സൂപ്പർ ഫേസ്. സിമെന്റ് കളർ എന്നൊക്കെ പറയും, ഗ്രേ എന്നൊക്കെ പറയും. ഗ്രേ ആണോ അത്? ഗ്രേ കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുണ്ടാവില്ലേ? എങ്ങനെയോ ഒന്ന് നന്നായിട്ടില്ലേ? മറ്റൊക്കെ ഉണ്ടല്ലേ ഉദ്ദേശിച്ചത്. എന്താ പറയുന്നത് നിങ്ങള്? മറ്റത് പറയണം. നോർമൽ വെജ് ലഞ്ച് ടുഡേ. ഓക്കെ 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 രാജ്. പിന്നെ ആ സാപ്പാട് നോർമൽ മീൽസ് വെജ്. കാക്കറുമ്പൻ കണ്ടാൽ കുറുമ്പൻ. കഴിച്ചു ഏട്ടാ. ഇരിച്ചിട്ട് ഞാൻ കഴിച്ചിട്ടാ വന്നത്. ഏട്ടൻ കഴിച്ചോ? എന്തോ ഒരു വെയിലാണ് ദൈവമേ. സിസ്റ്റർ ലൈവിൽ ആര് വരും போது ലോ சுடி யூஸ் பண்ணுங்க. റിക്വസ്റ്റ് ലോ നെക്കാ? ലോ നെക്ക് എന്ന് പറഞ്ഞാൽ വാവ് ലവ്ലി വോയിസ്, താങ്ക് യു. ലോ പുരിയില്ലേ നമുക്ക്? എന്താണ് വിനിഷേട്ടാ അവരെന്താ പറയണമെന്ന് പറഞ്ഞേരി. ഷാ കിങ് എന്തോ പറയുന്നു. എന്ത് നെക്കാ ലോ? അങ്ങനെ ഒരു നെക്ക് എങ്ങനത്തെ നെക്കാണ്? എനിക്കറിയില്ല കേട്ടോ. വെജിറ്റേറിയനാ? എസ് രാജ്. Yesterday night of live, no live, yes. Sleep. 9 o'clock തൂങ്ങണേ. ഉറങ്ങിയിട്ട് ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരുന്നു. പിന്നെ എന്റെ മെയിനിൽ ലൈവ് വരണം. ഒരു 5 മിനിറ്റ് കഴിയട്ടെ, 10 മിനിറ്റ് കഴിയട്ടെ, ഒരു 15 മിനിറ്റ് കഴിയട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഉറങ്ങിപ്പോയി. എന്താ പിന്നെ സാധിക്കോ? തമിഴ്. ഓഹോ തമിഴ്. എന്റെ എല്ലാം അല്ലേ, എന്റെ ചേലത്തെ ചെമ്പരമല്ലേ, നിന്റെ കാലിൽ കാണാം പാദസരം ഞാനല്ലേ. മെഹന്തി ഈസ് റെഡി. ஒரு 1 hour அவ்வளோதான். அதனால அதிகமா கலர் ஆகல. ஒரு டார்க் கலர் இல்ல, லைட்டா கலர். லுக்கிங் சோ பியூட்டிஃபுல் ஐயப்பன். ஓகே. പിന്നെ പറയൂ മൈ ഡിയർ ഫ്രണ്ട്സ്, പറയൂ. ഞാനൊരു സാരി കൊടുക്കാന്ന് വിചാരിച്ചതാ. ചൂട് കാരണം പയ്യമ്മ ഇരിക്കുന്നത്. സാരി ഉടുത്തു കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥയെല്ലാം ആലോചിച്ചപ്പോ വേണ്ട, കൊഞ്ചം പോര് എന്ന് പറഞ്ഞ പോലെ ആയി. മെഹന്തി ലുക്കിംഗ് ബ്യൂട്ടിഫുൾ ഓൺ യുവർ ഹാൻഡ്. അയ്യോ രാജ്, താങ്ക് യു രാജ്.
Hi, love you, married me. എന്താ പറയണേ? ലവ് യു മാരീഡ് മീ. ഞാൻ ഒന്ന് കെട്ടിട്ട് അവിടെ മനസ്സില്ല. അടുത്തില്ല. ചെറിയ കഴുത്തുള്ള ചുരിദാർ വേണം എന്ന് പറഞ്ഞു. അതാ ചെറിയ കഴുത്തുള്ളതോ? ഇത് വലിയ കഴുത്തുള്ളതോ? എന്താ പറയുന്നത് അത്? ഓക്കെ ഓക്കെ, ഐ വിൽ ട്രൈ കേട്ടോ. I will try. What you are hard in lunch? Veg. ഞാൻ പോവുകയാണ്, കുറച്ച് സാങ്കേതിക തടസ്സങ്ങൾ കാരണം പോവുകയാണ്. ഫുഡൊക്കെ കഴിച്ചോ? സുഖമാണോ റോബിനേട്ടാ? അമ്മയ്ക്ക് സുഖമല്ലേ? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പോയി വന്നു, അതിനുശേഷം കുഴപ്പമൊന്നുമില്ലല്ലോ? സുഖമായിരിക്കുന്നു കേട്ടാ. എന്ന ചിത്രത്തിലെ MS ഗാനം അതാ ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ പറഞ്ഞത് അല്ല. ഓൾഡ് ഫാഷൻ ഹെയർ സ്റ്റൈൽ. യെസ് രാജ്, आपका your hairstyle എന്താ നിത്യ. ഉറകം പിന്നെ மணி, ஹாய் மணி, சாப்பிட்டீங்களா மணி? எப்படி இருக்கிற மணி? ஐ அண்டர்ஸ்டாண்டு. என்ன ராஜ் டிலீட் பண்ணிட்ட ராஜ்? കനീഫേട്ടാ ഭക്ഷണം കഴിച്ചു കേട്ടാ? ഏട്ടാ കഴിച്ചു കേട്ടാ? യു അണ്ടർസ്റ്റാൻഡ് മലയാളം? എനിക്ക് മലയാളം അറിയാം. நீங்க சாப்பிட்டீங்களா? சாப்பிட்டீங்க. சாப்பிட்டேன், நான் சாப்பிட்டேன். പിന്നെ நான் இனிமேல் தான் சாப்பிடணுமா? ஓகே அனிஃபேட்டா ഭക്ഷണം കഴിച്ചു. ஓகே, என்ன ஃபுட்டு சாப்பிட்டீங்கம்மா? சாம்பார் சாப்பாடு. പിന്നെന്താ? കാത്തിരുന്ന പെണ്ണല്ലേ, കാലമേരെയായില്ലേ, മുള്ളുപോലെ നൊന്നില്ലേ, നോവിലൊന്നു തേനല്ലേ, വൈകി വന്ന രാവല്ലേ. ചിത്രത്തിലെ MS ഗാനം ഫുൾ സോങ് യൂക്ക. ഫുൾ സോങ് ராஜ். சாப்பிட்டீங்க. வணக்கம் வினீஷ் ப்ரோ, சாப்பிட்டீங்களா? விஸ்வநாதன் அடிபொலி. குட் ஆஃப்டர்நூன் ராமகிருஷ்ணன். தேங்க்யூ ஏட்டா. விஸ்வநாதன் ஏட்டா, தேங்க்யூ. லவ் யூ டியர். ചെമ്പകപ്പൂ കാറ്റിലെ ചിത്രമണി ടു ലൈൻസ് അത് തരില്ല രാജ്, എനിക്ക് അറിയില്ല രാജ്. 2 ദിവസം കഴിഞ്ഞു കഴിച്ചിട്ട് ഇന്ന് കഴിച്ചു. 2 ദിവസം കഴിഞ്ഞു കഴിച്ചിട്ട് ഇന്ന് കഴിച്ചു. 2 ദിവസമായോ ഭക്ഷണം കഴിച്ചിട്ട്?
എന്താ ഏട്ടാ പറയുന്നത്? എങ്കമ്മാ കാണും. இன்னைக்கு நான் வைக்கல. சீரியஸா சொல்றேன், இன்னைக்கு வைக்கல. பொட்டு இருந்தா நல்லா இருக்கும். அதல சாரி ராஜ். சாரி ராஜ். തമിഴ് ലെറ്റർ സോങ് വെച്ചിട്ടേ പൊട്ടു പൊട്ടു വെക്ക് പൊട്ടു ചുറ്റടി പുടവ ചുറ്റടി ചിക്കാ ചിക്കാ ചെയ്ത പെണ്ണെ ചെയ്യുക. വെരി ഹോട്ട് ഇൻ മുംബൈ. ഇവിടെ അതുപോലത്തൊക്കെ തന്നെ രാജ്. ഭയങ്കര ചൂടാ. ഫാൻ ഉണ്ട് കേട്ടോ, ഫാൻ. അവിടെ എയർ കണ്ടീഷനാ, എയർ കൂളറാ എന്തോ ഉണ്ടല്ലോ രാജ്. ഓൺ. ഞാൻ തിരുച്ചിയില് ഇരിക്കുമാ. അവിടെ ചൂടുണ്ടാവില്ല, നല്ല ചൂട്. രാമകൃഷ്ണൻ സൂപ്പറാ ഇருக்கு. ഓക്കെ. மருதாணி சரியா சிவக்கலமா? 1 மணி நேரம் தான் வச்சிருக்கிறீங்க. அப்போ அவ்வளோதான் இருக்கும். அப்படித்தான் இருக்கும். டார்க் இல்லை, லைட்டு. மருதாணி மருதாணி அடிப்போடி. മധു മധു ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. രാമകൃഷ്ണൻ വെരി നൈസ് സ്പോട്ട്. ഓക്കെ. പിന്നെ കിളിച്ചുണ്ടൻ മകളി കിളിക്കൊത്താത്ത നൈസ് സോങ്. നല്ല ചൂട്, ഭയങ്കര ചൂട്. അപ്പാ നൈസ് സോങ്. താങ്ക് യു രാമകൃഷ്ണൻ. സോങ് ക്യൂട്ട്. രാജാകൃഷ്ണൻ. പിന്നെന്താ മഹേന്ദ്ര ലഞ്ച് നൂഡിൽസ് വെജിറ്റബിൾസ് സലാഡ് ആണോ? സൂപ്പർ സൂപ്പർ, താങ്ക് യു. ഹാവ് ഐ യൂസ് സെർച്ച് ഓൺ യൂട്യൂബ്? അതെയല്ലേ, യൂട്യൂബിൽ ഞാൻ കയറാറേ ഇല്ല, അതാണ് പ്രശ്നം. ഇല്ലെങ്കിൽ പറഞ്ഞ ഗാനം ഞാൻ സെർച്ച് ചെയ്യാം. ഓക്കെ. നൈറ്റ് ലൈവിൽ വരുമ്പോൾ സെർച്ച് ചെയ്ത് പാടാം. തൊട്ടുരുമ്മി നിൽക്കാൻ കൊതിയായി, നിന്നെ കട്ടെടുത്തു പറക്കാൻ കൊതിയായി, മുല്ല മുടിച്ചുരുളിൽ മുകിലായി, ഒന്ന് മൂടിപ്പുകച്ചിരുന്നാൽ മതിയായി. എന്നാലും എന്നാലും എന്റേതല്ലേ നീ, എന്താ നീ കവിളിൽ പരിഭവം. അത് ടെമ്പറേച്ചർ നോക്കാം, എത്ര ഉണ്ട് നോക്കട്ടെ. 32 അല്ല 100 இருக்குது ராஜ். ചൂട് സത്യം 100 தான் കാണിക്കാനാണ് കോയമ്പത്തൂരിൽ. ഹൗ മെനി റിംഗ് collection? I think many or in Paris you have hacking collection. എന്താ പറയണ്? രാജ് had lunch
സാരി വെരി നൈസ്. സാരിയാ ഇത്? സാരി ഇല്ല, ചൂടിയാ. റാം, ഇനി സാരി കെട്ടിട്ട് വരാം. യെസ് ബ്രദർ, വാട്ട് അബൌട്ട് യു? എന്തോ പറഞ്ഞു രാജ്, അതിനൊന്നും പറയും മറുപടി. വിനീഷേട്ടാ, ഒരു കാതൽ പാട്ട്. ഉറക്കം വരുന്നുണ്ടോ? ഇല്ല, ഉറക്കമൊന്നും വരുന്നില്ല. നന്നായി കിടന്ന് ഉറങ്ങുന്നുണ്ട് ദിവസം. ഇന്നലെ ലീവ് എടുത്ത് ഉറങ്ങി ഞാന്. ലീവ് എടുത്ത് ഉറങ്ങി. റിയലി? അതേന്ന് 105. വണക്കം ജെറിൻ ബ്രോ, சாப்பிட்டீங்களா? ചൂടിന്റെ ചൂടാണ്. കമാൻഡ് വരുന്നില്ല. ബോറ്. അയ്യോ, ഡ്രസ് ചോയ്സ് ഈസ് ആൾസോ സൂപ്പർ. താങ്ക് യു രാജ്. என்னம்மா ஃபேஸ் டல்லா இருக்கு? இல்ல, டல்லா ஒன்றும் இல்லைங்க. முடி வந்து நல்லா கட்டி பின்னி வச்சுட்டேன். ഗോൾഡ് കളറാണ്, സൂപ്പറാണ് രാജ് പറയുന്നു. ഓ ശരി, താങ്ക് യു രാജ്. ചിത്രത്തിലെ ഗാനം ഇന്ന് രാത്രി സെർച്ച് ചെയ്തിട്ട് പാടാട്ടോ. ഒരു 2 ലൈനെങ്കിലും പാടാവേ. ഹൗ മെനി കോൺ ദിസ് സോങ്? എന്തോ പറയുന്നു, ചേച്ചിക്കൊന്നും പുരിയില്ല. ഇതെന്തത് വന്ന് ചേർന്നിട്ട് ഭയങ്കര കോപത്തിലാണല്ലോ. കോപം ഇന്ന് കോപം. അടുത്ത ഫിൽറ്ററിലേക്ക് പോകും. ഞാൻ വേറെ വഴിയില്ല, ആരും ഒന്നും മിണ്ടൊന്നുമില്ല. അപ്പൊ ഞാൻ ഫിൽറ്ററിലേക്ക് പോകും. വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കും. എനിക്ക് നാണം വരുന്നു, നാണമാകുന്നു. ഇതെന്താ സംഭവം? വൃത്തികേട്. ഇതെന്തത്? അയ്യോ, വല്ലാത്തൊരു മേക്കപ്പ് ആയി പോയി. ഇതെന്താ പിന്നാലെ? പേയിന്റെ വീടാന്ന് തോന്നുന്നു.
ഇത് കൊള്ളാം അല്ലേ? ഈ ഫിൽറ്റർ കൊള്ളാം. ഇത് കൊള്ളാലോ. ആവും. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി, സത്യം. കൊള്ളൂല്ല. എല്ലാരും ഫോട്ടോ ഒക്കെ കുഴപ്പമില്ല, ഞാനിതൊക്കെ സെർച്ച് ചെയ്തിട്ടേ കാര്യമുള്ളൂ. എന്ത് രസമാണ്, നല്ല മാത്രമാണ് പ്രശ്നം. ഇത് കൊള്ളാം. ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ഇതൊക്കെ പ്രാന്ത് പിടിച്ചാൽ ചങ്ങലിക്കണം ആനക്ക്. ഇതൊക്കെ പ്രാന്ത് പിടിച്ചിട്ടാണ് ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന ഫിൽറ്റർ. എന്തായിട്ടാ പറയണത്? എങ്ങനെ പോട്ടെ. അല്ല പിന്നെ ഞാൻ അതൊക്കെ എപ്പോഴാ പിന്നെ സെർച്ച് ചെയ്ത് നോക്കണത്? ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ?
അല്ല പിന്നെ ഇതൊക്കെ എന്തിനാ കൊടുത്തിരിക്കുന്നവര്? ചൂടെടുത്തിട്ട് വയ്യ. ആരും ഒന്നും മിണ്ടണില്ല. പിന്നെ ഞാൻ എന്ത് കൂടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എന്റെ മോൻ നോക്കി നോക്കി മതിയായി. ആ ഇത് ഓക്കെ. നിനക്ക് എത്ര ഡേറ്റ്? ഏപ്രിൽ 27 ഇത് ഓക്കെ. ഇത്ര കളറൊന്നും വേണ്ട. ഇതെന്തോ പോലുണ്ടോ എന്തോ ഒന്ന്. അതെ സമയായിട്ടുണ്ട്. കണ്ണിന്റെ പീലി കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം. ഇത് വല്ലാത്തൊരു ഫിൽറ്ററായി പോയി. കണ്ണിന്റെ പീലിയാണ് കൂടിയിരിക്കുന്നത് അല്ലയോ? കൊള്ളാം. അപ്പാടി കടസിൽ വറവുമില്ല. ഇത് കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇങ്ങനത്തെ കളറാണ് ഇഷ്ടം. അയ്യപ്പാ മുരുക മുടിഞ്ഞിടിച്ച് മുരുക എല്ലാം ചെക്ക് பண்ணிட்டு ഓരോ ഫിൽറ്റർ തപ്പിയെടുത്ത് നോക്കിയതല്ലയോ. അതിന് ആർക്ക് ദേഷ്യം വന്നപ്പോ കണ്ട അത്ര തന്നെ. ചിന്ന പിള്ളേ മാതിരി മാസ്കും കുട്ടികളെ മാറിയില്ല. എല്ലാവരും പോകട്ടെ. അയ്യോ സോ ഫണ്ണി. ആനയ്ക്ക് ഭ്രാന്ത് പിടിച്ചാ വായിച്ചു. ആഫ്റ്റർ പളനി ഹാവ് യു ഫിനിഷ്ഡ് ലഞ്ച്? சாப்பிட்டீங்க முருகன், நீங்க சாப்பிட்டீங்களா? சின்ன சின்ன ஆசை. ഈ കമാൻഡ് ആരും വായിക്കും? മനഃപൂർവ്വം കമാൻഡ് വായിക്കുന്നില്ല. ഹോസ്പിറ്റലിൽ പോകണമോ എന്തോ കാര്യം ആയിട്ട് പറ്റിയിട്ടുണ്ട് സത്യം. രാജിന്റെ പാട്ട് കേട്ട് ദേഷ്യം. രാജിന്റെയോ? രാജന്റെ പാട്ട് കേട്ട് ഇതാണ് രാജന്റെ പാട്ട്. രാജൊന്നും പാട്ട് എഴുതിയില്ലല്ലോ. ഇന്ന് മുഖം ഡല്ലാണ് സത്യം. ഇത്ര മെസ്സേജ് വന്നിട്ടുള്ളൂ ഇത്ര നേരമായിട്ട്. കുട്ടികളെ മാറിയില്ല എന്ന് ഏട്ടൻ പറയുന്നു. ഏട്ടാ എവിടെ പോയി ഏട്ടാ? കുട്ടികളെയൊന്നുമല്ല ഏട്ടാ, ബോറടിക്കണം ഏട്ടാ, നല്ലതൊരു ബോറടി. ഫോണിൽ എന്തൊക്കെ ഉണ്ടെന്നൊന്ന് നോക്കാന്ന് പറഞ്ഞിട്ടാ, വേറെ ഒന്നുമില്ല ഏട്ടാ. ജോമോനേട്ടാ കുട്ടികൾ മാറിയില്ല.
വട്ടാണല്ലോ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ? കയ്യിൽ മൈലാഞ്ചിട്ടല്ലോ. ബർത്ത്ഡേ ഗേളാ? എനിക്ക് ബർത്ത്ഡേ ഇല്ല, ഇന്ന് ബർത്ത്ഡേ ഇല്ല കേട്ടാ. കുട്ടി ഹോസ്പിറ്റലിൽ പോകാൻ വരൂ, കുട്ടി ഹോസ്പിറ്റലിൽ പോകാൻ വരൂ. ചിരിക്കാം. വട്ടാണ്. കയ്യില് മൈലാഞ്ചി ഇട്ടിട്ടുണ്ടല്ലോ. നന്നായിട്ടുണ്ട് ജോമോനേട്ടാ. രവികുമാർ അബു ദാബി അബ്ദാബിലാണോ? ഓക്കെ രവികുമാരേട്ടാ. കമാൻഡോ ഒന്നും പോട விருப்பம் இல்லையா ஜெரின் ப்ரோ? அவங்களுக்கு லைவ்ல வர்றதுக்கே பிடிக்கல, நீங்க வேற கமாண்ட் வேற சொல்றீங்களா? மணி ഈ കോപമാണെങ്കിൽ പിന്നെ ഒരുപാട് ടൈപ്പ് ചെയ്ത് ബുദ്ധിമുട്ടുണ്ടല്ലോ. ഈ റെഡിന്റെ ഈ ഇതുണ്ട്, കോപത്തിന്റെ ഒരു ഇങ്ങനെ 4-5 ഇട്ട് കഴിഞ്ഞല്ലോ. ഫിനിഷ് ചെയ്യാൻ ടൈം ആയില്ലേ? കൈ വേറെ കുത്തി വെച്ചിട്ട് നോക്കട്ടെ. ആയിട്ടില്ല, അയ്യോ ആയിട്ടില്ല. എപ്പാ ആകും ഇത്? നൈസ്, താങ്ക് യു. കമാൻഡ് ഒന്നും പോടാ ഒന്നില്ലേ ചെല്ലുമ്പോ അപ്പടി കേളുങ്ങ. അതാ ആംബുലൻസ് വിളിക്കണം ജെറിൻ, ഇതുകൂടി ഇനമാന്ന്. എനിക്ക് ദേഷ്യം വരുവേ, ദേഷ്യം വരും ഏട്ടാ. ഇവിടെ പോയി ജോമോനേട്ടൻ, അവിടെ പോയി. ജോമോനേട്ടനല്ല പേര്. ജോമോനേട്ടൻ ഫുഡൊക്കെ കഴിച്ചോ? അവിടെ വെയിലൊക്കെ എങ്ങനെയുണ്ട്? സുഖമല്ലേ? സുഖമല്ലേ? അവിടെ ചെന്നാൽ ചങ്ങലക്കിടും. എവിടെ ചെന്നാല്? ജെറിൻ ബ്രോ സാപ്പിട്ടீங்களா? പിന്നെ പറയൂ ഫ്രണ്ട്സേ. സാപ്പിട്ട മണി വെയിലിന് സുഖം തന്നെ. പോയി ഊണ് കഴിഞ്ഞു വാ. ഓ മുഹമ്മദ് ഏട്ടാ, ഇനി കഴിച്ച വയറ് പൊട്ടിപ്പോവും. ഞാൻ വേറെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. കുറച്ച് വീട്ടിൽ പണികളൊക്കെ ഉണ്ട്, എന്നാലും ചെയ്യാനൊരു മടി, ഭയങ്കര മടിയാണ് ഇപ്പോൾ. എന്ന ഫുഡ് ബ്രോ? സാപ്പിട്ടീங்களா? என்ன ഫുഡ് ബ്രോ? സാപ്പിട്ടീங்களா? ചിരിയും പാട്ടും സൂപ്പർ. താങ്ക് യു ജമൻ കേട്ടാ. പിന്നെ എന്താണ് ഇടയിൽ ഒരു ചങ്ങലക്കിടണോ ചോദിച്ചത്? ഇതിലെന്തൊക്കെയുണ്ട് നോക്കിയതല്ലേ? ഫിൽറ്റർ അവര് തന്നതല്ലേ, ഫേസ്ബുക്കുകാര് തന്നതല്ലേ, അതല്ലേ ഞാൻ നോക്കിയത്. ലൈവ് ചെയ്യാൻ മടിയില്ലേ? എന്തിനു ജിതേഷ് ഏട്ടാ? ഞാൻ 1.5 വർഷമായി ഏട്ടാ ലൈവ് ചെയ്യുന്നു. ഏത് പാട്ട്? അതെ പാട്ടൊക്കെ ഒരുപാട് ഞാൻ പാടിയിരുന്നു. ചേട്ടൻ വരാൻ വൈകിപ്പോയി, അതുകൊണ്ടാ. പാതിയിൽ വെച്ച് കയറിയിരിക്കുമ്പോ പാട്ടുകളൊന്നും കേൾക്കില്ല. ഞങ്ങൾക്ക് ഫസ്റ്റാണ് പാട്ട് പാടുക. ഹൈ ഏടാ,
നമസ്കാരം ജയേട്ടാ, സുഖമല്ലേ? ഫുഡൊക്കെ കഴിച്ചോ? ഇനി മുതൽ ലാസ്റ്റ് ആവാം പാട്ട്. അതെ ജിതീഷ് ഏട്ടാ. ശരി ശരി. പാട്ട് പാടി പിന്നെ വട്ടുമായി, പിന്നെ വട്ടായി. ഫേസ്ബുക്കിൽ ഫിൽറ്റർ ഒക്കെ തന്നിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യണത് കൊണ്ട് തെറ്റൊന്നുമില്ല. അത് നമ്മൾ ചെക്ക് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിപ്പോ ഒരു വീഡിയോ ചെയ്യണത് ലൈവ് അല്ലേ, അപ്പൊ ലൈവ് ചെയ്ത് ചെക്ക് ചെയ്തത് മാത്രം. പിന്നെ അത് കാണാനുള്ള ഒരു ആകാംക്ഷ, എന്തൊക്കെയാണ് അതിലെന്തൊക്കെയാ വരുന്നതെന്ന് പറഞ്ഞിട്ട് അത്രയേ ഉള്ളൂ. വട്ടാണെന്നൊന്നും പറയരുത് കേട്ടോ. അതുകൊണ്ടായിരിക്കും വന്നിട്ട് കമന്റ് വായിക്കാഞ്ഞത്, ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കാഞ്ഞത്. എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നോ ഫുഡ് കഴിച്ചോന്ന്? ശരി, ജേട്ടനേട്ട ഫുഡ് കഴിച്ചോ പറയൂ. ജേട്ടൻ ഫുഡ് കഴിച്ചാ? സുഖമല്ലേ? കാലം കുറച്ചായി പിന്നെ നടക്കുന്നേ. ഞാൻ കേട്ടൻ ജെറിൻ ബ്രോ. അതന്നെ. ഞാൻ ഫുഡ് കഴിച്ചു കേട്ടാ, ഞാൻ കഴിച്ചു. ജേട്ടൻ കഴിച്ചോ? ഞാൻ ചോറ് സാമ്പാർ ഉണ്ടായിരുന്നു, കഴിച്ചു. വയറ് നിറ ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്. പൂവി പൂവി പാലപ്പൂവി തിരികഴിഞ്ഞായോ എന്നെ யாரும் கேட்டாங்களா? എന്നെ ആരും കേക്കല. ഞാൻ കേട്ടല്ലോ. നീ സാപ്പിട്ടീங்களான்னு കേക്കലീங்களா? കേട്ടനേ നാന്. ഡ്യൂട്ടിയാണ് അത് കുട്ടി, അതെല്ലേ കേട്ടോ. പോകാൻ സമയമായ? ഉച്ചക്ക് എവിടെ പാലപ്പൂ ഉള്ളത്? പാലപ്പൂ. മണി ജെറിൻ നമസ്കാരം. പാലപ്പൂ പൂവി പൂവി പാലപ്പൂവേ മണമിത്തിരിൽ കരളിൽ തായോ മണമെല്ലാം മധുര കനവായി മാറി. എന്താത് മണി കണ്ടെന്നു എനിക്ക് മനസ്സിലായി. ഇവിടെ ഒരാൾ മനഃപൂർവ്വം കണ്ടില്ല. വരാൻ വഴിയില്ലല്ലോ. ഇല്ല, 53. നീങ്ക കേട്ടീങ്ങമ്മ. അതെ, മാസം ഒറ്റ 10 കിട്ടുമോ ലൈവ്? എത്ര? 34 3 ലക്ഷമാ? എത്രയാണ് പറയുന്നത്? എനിക്ക് നമസ്കാരം ചേട്ടാ. ഏട്ടോ എത്ര കിട്ടുന്ന പറയണത് അവര്? മാസം ചേട്ടാ 4 പൂജ്യമല്ലേ, അപ്പൊ 5 ലക്ഷമല്ലേ, 3 ലക്ഷമല്ലേ പറയണത്? ജിതേഷ് ചേട്ടാ ഇതിന് എത്ര പൂജ്യം കുറയ്ക്കണം? ജയേട്ടാ ഇതിന് എത്ര പൂജ്യം കുറയ്ക്കണം കേട്ടോ നമുക്ക് നമ്മുടെ അമൗണ്ട് വരണമെങ്കിൽ. ഹായ് മയിൽപീലി, ഇഷ്ടമായി. പിന്നെ സബോട്ടൻ പറയൂ. പിന്നെ ചുമേട്ടൻ ജെറിൻ നമസ്കാരം. വണക്കം ജയൻ ഗോപി ബ്രോ. ജോമോനേട്ടൻ ജെറിൻ നമസ്കാരം പറയുന്നുണ്ട്. വണക്കം ജയൻ ഗോപി ബ്രോ. സാപ്പിട്ടീங்களா? நான் கேட்டேன் ப்ரோ. നമസ്കാരം ജയൻമോൻ ചേട്ടാ. ജിതേഷ് ചേട്ടന്റെ മറുപടി പറഞ്ഞു കൊടുക്കും ജയേട്ടാ ഒന്ന്. ജിതേഷ് ചന്ദ്ര നമസ്കാരം ജയേട്ടൻ. ജിമിക്കി അല്ലല്ലോ ഇത്. ജിമിക്കി മോതിരി അല്ല.
സൂപ്പറാ. രാജ് പോയാ ഭാഗ്യം. എന്താ പറയാ, ഫിൽറ്റർ കണ്ട് ബോധം കെട്ടിരുന്നു. അയ്യോ 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 അയ്യോ. ക്രിയേറ്റർ നോ പോൾ എന്തത് സംഭവം, എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. ഇല്ല ലൈവ് എന്ന് പറഞ്ഞിട്ടല്ല അത്, ലൈവ് ഇത് സ്വിച്ച് മാത്രല്ല, വേറെ എന്തൊക്കെയോ ഉണ്ട്, പഠിച്ചെടുക്കണം. എഫ്ബിയിൽ പൈസ വാങ്ങുന്ന അനിത അല്ലേ പിന്നെ, പൈസ വാങ്ങുന്നത് അനിതയല്ലേ പിന്നെ? അതെ എന്റെ ആണ്, ഞാനാണ്. എന്റെ എല്ലാം ഞാൻ എന്താ അമൗണ്ട് വാങ്ങുന്നത് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാന്ന് പറയാം. അതൊക്കെ നെയിം തോടുമാ എന്താണ് அதுக்கு நேம் தோடுமா அப்படின்னா தமிழ் சாங் தனுஷ் நெக்ஸ்ட். அப்பா யுவராஜ் எங்க போனீங்க நேத்து? கேட்கவே இல்லை. இப்படியே தனுஷ் அவரோட பாட்டே கேட்டுருந்தோம். நான் எங்க போறது அந்த பாட்டுக்கு ரீல்ஸ் பண்ணிருக்கிறீங்க, போய் பாக்குறீங்களா? கண்ணழகா காதழகா அந்த பாட்டு പോയി പാരുங்க. എനിക്ക് പാട്ട് தெரியாது. യുവരാജ് തമിഴ് സോങ് എനിക്കറിയില്ല തന്നെ പണി ഞാൻ സോങ്. നീங்க പോകലീங்களா രാജ്? ഓക്കെ ഓക്കെ ഓക്കെ. എനിക്ക് ലൈവ് വരുന്നത് ഇഷ്ടമല്ലെന്ന് അനിത എന്തുകൊണ്ടാണ് പറഞ്ഞത്? എപ്പോഴും ഫസ്റ്റ് വരാറില്ലല്ലോ, പകുതിയിൽ ഇങ്ങനെ വരികയല്ലേ, വേണോ വേണ്ടയ്ക്കോ എന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ട് പറഞ്ഞതാ, വേറെ ഒന്നുമില്ല കേട്ടോ. തോട് നെയിം ലൈക്ക് ആൻഡ് കമ്മൽ എന്താ അത്? ധനുഷ് മൂവി സോങ് പാട്ട് നൈറ്റ് പാടാം. അതെ നല്ല പാട്ട് ഇപ്പോൾ പാടിയത് സാബ് അതല്ലേ, ഞാൻ റീൽസ് കണ്ടത്. എന്ന് വരുന്ന ടൈം എപ്പോഴാ? അതെ ഞാനൊരു 2 മണിക്ക് വരും കേട്ടോ ഉച്ചയ്ക്ക്. വൈകുന്നേരത്തെ ഒരു 9:30-10 മണിയാകുമ്പോൾ വരും. ഞാൻ കറക്റ്റായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ ആരും വരണമെന്നൊന്നുമില്ല, എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ പോകും. ഞാനിങ്ങനെ ഒരുപാട് ഇതിൽ അസാൾട്ടായിട്ട് ഉണ്ട്. ഈ ഒരു മാസമായിട്ട് ഭയങ്കര അസാൾട്ടാണ്. യുവരാജ് തമിഴ് സോങ് ഇപ്പൊ തന്നെ പാടി முடிச்சீங்கப்பா. വണക്കം സാജൻ ബ്രോ, സാപ്പിട്ടീங்களா? സാജൻ ഏട്ടനോ? കൊള്ളാലോ. അത് കഴിഞ്ഞല്ലോ അല്ലേ, ഇലക്ഷനൊക്കെ കഴിഞ്ഞു, തിരക്കുകളൊക്കെ കഴിഞ്ഞു. ഉറങ്ങുന്ന ടൈം വരില്ല, ബാക്കി എല്ലാ ടൈമും വരുന്ന പറയുന്നില്ല. ഇല്ല, ഒന്നിൽ വീതം 2 നേരം. ഇപ്പൊ അതേ നമുക്ക് നടക്കുള്ളൂ. അങ്ങനെയാണ് കണ്ടിരിക്കുന്നത് അല്ലേ? ഓ പിന്നെ ഓരോ ചോദ്യം. ജലനായിട്ട് അതൊന്നും അല്ല, ഞാനങ്ങനെ നമ്മള് മനുഷ്യന്മാരല്ലേ, ചിലപ്പോ പോസിറ്റീവായിട്ട് ചിന്തിക്കും, ചിലപ്പോ നെഗറ്റീവായിട്ട് ചിന്തിക്കും. ഇപ്രാവശ്യം ഞാൻ നെഗറ്റീവായിട്ട് ചിന്തിച്ചു, അത്രയേ ഉള്ളൂ. പോസിറ്റീവായിട്ട് ഞാൻ എന്ത് ചിന്തിച്ചിട്ടുണ്ടാവെന്ന് വെച്ചാൽ വർക്കൊക്കെ ആയിരിക്കും, അതുകൊണ്ട് വരാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും, നോട്ടിഫിക്കേഷൻ പോയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടത്. ഇപ്പൊ ഇങ്ങനെ ചിന്തിക്കും, അത്രയേ ഉള്ളൂ. எலெக்ஷன் முடிஞ்சு அதான் சாஜன் ப்ரோ வந்துட்டாரு. അതന്നെ. എപ്പോഴാണ് റിസൾട്ട് എപ്പോഴാണ് അറിയാനുള്ള ഒരു ആകാംക്ഷയായിരിക്കുന്നു ഞാൻ. എല്ലാവരും, ഞാൻ മാത്രല്ല എല്ലാവരും. അപ്പോ എങ്ങനെയാണ് ചേച്ചി, അങ്ങോട്ട് പോട്ടെ. നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ആർക്കും വരാറില്ല. അത് വരില്ല, നമ്മളവിടെ കറക്റ്റായിരിക്കണേ, അതുകൊണ്ട് അല്ലെങ്കിൽ വരില്ല. ആദ്യമൊക്കെ നോട്ടിഫിക്കേഷൻ പോകും ടൈം പറഞ്ഞിട്ട്. ബട്ട് അത് 2 നാൾ കലിത്തു ഇലക്ഷൻ റിസൾട്ട് 2 നാളാ, 1 മണിക്കൂർ.
1 മണിക്കൂറൊക്കെ ആയില്ലയോ? അപ്പൊ ശരിയെന്നാ ഞാൻ പോയി തമിഴ് സോങ് അടുത്തത്. അപ്പോൾ ലൈവിന്റെ ഇടയ്ക്ക് വരുന്നവരെ ഇഷ്ടമല്ലെന്നാ പറയുന്നത്. അപ്പോൾ ലൈവിന്റെ ഇടയ്ക്ക് വരുന്നവരെ ഇഷ്ടമല്ലെന്നാണ് പറയുന്നത്. അയ്യേ അല്ല, എല്ലാവരും എനിക്ക് ഇഷ്ടമാണ്. ഞാൻ കാര്യം പറഞ്ഞു മാത്രമേ ഉള്ളൂ കേട്ടോ. ഉറങ്ങിയാൽ എങ്ങനെ വരും? അതെ, ഉറങ്ങിയാൽ എങ്ങനെ വരും ലൈവ്? അത് ശരിയാ. ഒരു കാര്യം കൊടുത്താ മതി, അതിലിങ്ങനെ പിടിച്ച് കേറും ജരനിട്ട്. എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചോദിക്കും, കുഴപ്പമില്ല. ശരി, അപ്പോൾ ഞാൻ പോകുന്നു ഫ്രണ്ട്സ്. നമുക്ക് വൈകുന്നേരത്ത് കാണാവേ. ഫിനിഷ് ബ്രോ, വൈകുന്നേരത്ത് കാണാം കേട്ടോ ഫ്രണ്ട്സ്. ടാറ്റ. വൈകുന്നേരത്ത് കാണാം. ഫിനിഷ്. ബൈ. ടാറ്റ.